നമ്മള് ദിവസം ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ കാരണം സുഭാഷ് ചേട്ടനാ. പക്ഷെ അതിനുവേണ്ടി ജീവിതം മുഴുവൻ സുഭാഷ് ചേട്ടൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണോ? വിവാഹം കഴിക്കാണ്ട് ഒറ്റ തടിയായിട്ട് ജീവിക്കണോ? പാവം തനിയെ പോട്ടെ, ഇനിയെങ്കിലും സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കട്ടെ. നികേഷേ, എടാ സുഭാഷ് ചേട്ടൻ അകലേക്കൊന്നുമല്ലോ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാവും താമസിക്കുക. കൂട്ടുകുടുംബത്തിൽ താമസിക്കാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെന്നേ ഉള്ളൂ. നമ്മളായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സുഭാഷ് ചേട്ടനെ ദിവസം നമുക്ക് പോയി കാണാം. എന്ന് സുഭാഷ് ചേട്ടൻ ഇവിടേക്ക് വരികയും ചെയ്യും. സുഭാഷ് ചേട്ടൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട. കോളേജ് കഴിഞ്ഞാലേ ജോലി കിട്ടി നീയും ബിസിയാവും. എല്ലാം നല്ലതിനാന്ന് കരുത്. നമ്മളിത് പറയുന്നത് ശരിയാ, പക്ഷെ സുഭാഷ് ചേട്ടൻ സമ്മതിക്കോ? സമ്മതിക്കില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമുക്കേ സുഭാഷ് ചേട്ടൻ അറിയാതെ ഇത് നടത്തിയാലോ? അറിയാതെയോ? എത്ര നാൾ വിളിച്ചു വെക്കും? ഇതെന്താ ചെറിയ കാര്യമാണോ? നമുക്ക് എല്ലാവർക്കും കൂടി സുഭാഷ് ചേട്ടനെ ഒന്നുകൂടി നിർബന്ധിച്ചാലോ? സമ്മതിച്ചില്ലെങ്കിൽ കല്യാണം കഴിയുന്നതുവരെ ഇത് പുറത്തറിയാൻ നോക്കണം. നമുക്ക് പെൺകുട്ടികളോട് പറഞ്ഞു നോക്കിയാലോ? ഏയ്, അതൊക്കെ പ്രശ്നമാവും. ഇയാളുടെ നോണ പരിപാടി ഇതിലേക്ക് ഇറക്കല്ലേ. സുഭാഷ് ചേട്ടന്റെ ജീവിതം ഒരു നോണ വെച്ചിട്ടുണ്ടാക്കണ്ട. എങ്ങനെ സുഭാഷ് ചേട്ടനോട് ഇത് പറയുന്നു എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കണം എന്നാണ് എന്റെ പക്ഷം. നികേഷ്, അവൻ ഒറ്റയ്ക്ക് വിട്. അവൻ തനി ആലോചിച്ച് മനസ്സിലാക്കട്ടെ. എനിക്കൊക്കെയാണ് സുഭാഷയുടെ സന്തോഷമായിട്ടിരിക്കണം. എനിക്കത് മതി. തനിയെ പോയാൽ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ തനിയെ പോട്ടെ. നീ ഇങ്ങനെ കരയാതെ. നികേഷേ, കരയാതറ. ഇപ്പൊ തന്നെയല്ലേ സുഭാഷ് സന്തോഷമായിട്ടിരിക്കണമെന്ന് നീ പറഞ്ഞ. അതുകൊണ്ട് എനിക്ക് സങ്കടപ്പെടാൻ പാടുന്നുണ്ടോ? എടാ, നമ്മൾ സങ്കടപ്പെട്ട സുഭാഷ് എന്നെ ഇവിടെ ഇറങ്ങി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുമ്പോ പറ. ശരി, ഞാൻ കരയുള്ള. എന്നാ പിന്നെ നമ്മുടെ കണ്ടീഷൻ ഓക്കെയാന്ന് അവര് ഫോൺ വിളിച്ച് അറിയിച്ചോടെ? അത് പറയാം. എന്നാ സുധീഷ് ചേട്ടൻ വിളിച്ചു പറഞ്ഞു. ഞാനോ? നീ തന്നെ നീ വിളിച്ചു പറഞ്ഞോ. സുഭാഷ് ചേട്ടന്റെ തൊട്ട് താഴെ സുധീഷ് ചേട്ടനല്ലേ? ഈ വക കാര്യം വരുമ്പോഴേ ഞാൻ ചേട്ടനാവുന്നുള്ളൂ അല്ലേ? ഇനി അതും പറഞ്ഞൊരു തർക്കം വേണ്ട. ചുമ്മാ ഹരീഷ് പറഞ്ഞത് ശരി. വിളിക്കേണ്ട സുധീഷ് തന്നെയാ. വിളിക്ക്. ആരെ വിളിച്ച് പറയണ്ടേ? പെണ്ണിനെയോ അതോ പെണ്ണിന്റെ അച്ഛനെയോ? എടോ, അതല്ല, ആരെ വിളിച്ച് പറയണം അറിഞ്ഞൂടാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടിയാണോ വിളിച്ചു പറയുക? അച്ഛനെ വിളിച്ചു പറ. നമ്പർ കയ്യിലില്ലേ? ഹലോ, ഞാൻ സുധീഷാണേ. സുഭാഷ് ചേട്ടന്റെ ആലോചനയായിട്ട് വന്ന. മനസ്സിലായി, പറഞ്ഞു. ഞങ്ങൾ എല്ലാരും കൂടി ആലോചിച്ചു. നിങ്ങൾ പറഞ്ഞ കണ്ടീഷന് ഞങ്ങളൊക്കെയാണ്. സന്തോഷം. അപ്പൊ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു നല്ല ദിവസം നോക്കി എന്നാ അങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അറിയിക്കാം. ഓക്കെ? ഓ ശരി, ഓക്കെ. ഒരു നല്ല ദിവസം നോക്കി ഇങ്ങോട്ട് വരാവുന്ന. സുനിതയുടെ കല്യാണത്തിന് മുന്നേ സുഭാഷ് ചേട്ടന്റെ കല്യാണം നടത്തണം. അങ്ങനെയുള്ള പിടിവാശിയൊന്നും വേണ്ട. ഇത് കല്യാണക്കാരിയല്ലേ, ആലോചിച്ച് സാവധാനം നടത്തിയാൽ മതി. പോരാ, അതെനിക്കൊരു വാശിയാ. നടക്കണം. അത് വിട്. പെണ്ണും ചെക്കനും റെഡി, അവരുടെ കണ്ടീഷനും നമ്മളും റെഡി. പിന്നെ അതിപ്പോ വേണേലും നടക്കട്ടെ. ഇതിപ്പോ നേരത്തെ ആണെങ്കിൽ നേരത്തെ നടക്കട്ടെ. നികേഷേ, ഒന്ന് ചിരിക്കടാ. കണ്ടാലറിയില്ലേ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നെന്ന്? അറിയോ? എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ ജീവിക്കുന്നു. അങ്ങനെ മതിയോ? എന്താ നടക്കുന്നെന്ന് അന്വേഷിച്ച് അച്ഛൻ അതിൽ ഇടപെട്ട് സംസാരിക്കണ്ടേ? ഇടപെടുക ഞാനാ? ഇങ്ങനെ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെ കണക്കാക്കാത്തവരാ ഇവിടെ ഉള്ളവര്. അവരോട് ഞാൻ ഇടപെട്ട് സംസാരിക്കണം. നല്ല കാര്യമായി. ബ്രോക്കറോട് വരാൻ പറഞ്ഞത് അച്ഛനല്ലേ? ഞാൻ ആ കുട്ടിയെ പോയി കണ്ടു. അച്ഛനും നേരത്തെ കുട്ടിയെ കണ്ടിട്ടുള്ളതല്ലേ? അവൻ പോയി വളചൂട്ട വിടല്ലേ? പെണ്ണ് കാണാൻ പോയാ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം, അല്ലാതെ അടുക്കള കയറി ഉണ്ടാക്കാൻ നിൽക്കരുത്. ആ കുട്ടിക്ക് സുഭാഷ് ചേട്ടന്റെ ആ ഇന്നസെൻസ് ഇഷ്ടായത്. ഓ, അങ്ങനെ ആളുകളുണ്ടോ? അവർക്ക് പ്രശ്നം സുഭാഷ് ചേട്ടനല്ല, ഈ വീടാ. ഈ വീടിനെ പറ്റി ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ആദ്യം ഒരു വേണ്ടെന്ന് വെച്ചത് തന്നെ, പിന്നെ അത് തന്നെ വീണ്ടും പറയുന്നു. അതല്ല, ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അവര് കല്യാണത്തിന് റെഡിയാണെന്ന്. കണ്ടീഷനോ? അത് സുഭാഷ് ചേട്ടൻ തനിയെ വീടെടുത്ത് വേറെ താമസിക്കണമെന്ന്. ബാക്കിയുള്ളവര് അങ്ങനെ ചെയ്തോട്ടെ എന്ന അഭിപ്രായത്തില. അച്ഛൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നാന് ഒന്നും തോന്നില്ല. ആദ്യം സുഭാഷിന് എന്ത് തോന്നുന്നു ചോദിക്കേ. അവൻ അനിയന്മാരെ വിട്ടു പോകുമെന്ന് ആദ്യം അറിയട്ടെ. സുഭാഷ് ചേട്ടനോട് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നാ എല്ലാരും ആഗ്രഹിക്കുന്നത്. മോളെ, നീ ഈ വീട്ടിൽ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഈ ലക്ഷണം കേട്ട വീട്ടില് വേറൊരു കുട്ടി വന്ന് ജീവിക്കാൻ തയ്യാറാവില്ലെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയാനാ? പോട്ടെ, സുഭാഷ് മാറി താമസിക്കട്ടെ. നീയും പോ. സുധീഷും ഹരീഷും താഴെയുള്ളവനും പോട്ടെ. അല്ലെങ്കിൽ അവർക്ക് ഈ വീട് ഇഷ്ടമല്ലല്ലോ. ഇതൊരു നരകമല്ലേ? ഈ നരകത്തിൽ നിന്ന് പോയി എവിടെയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എല്ലാരും. സുഭാഷ് ചേട്ടൻ പോകുന്ന അച്ഛൻ ഓക്കെയാണോ? ആര് പോയാലും എനിക്കെന്താ? ഞാൻ പോരെന്ന് പറഞ്ഞാൽ പിന്നെ അതാവും കുറ്റം. എല്ലാവരും പോയാൽ അച്ഛൻ എന്ത് ചെയ്യും? നികേഷിന്റെ കല്യാണം കഴിഞ്ഞ് അവനെ ഈ വീട് വിട്ട് പോയാൽ അച്ഛൻ തനിച്ചാവില്ലേ? ഒറ്റയ്ക്ക് ഈ വീട്ടിലെ വയസ്സംകാലത്ത് കഴിയാന്നാണോ? ഭാസ്കരന് ഈ നാട്ടിൽ ഒരു പേരുണ്ടല്ലോ മോളെ. ഭാസ്കരൻ ആദ്യം ഒരു പെണ്ണ് കിട്ടി, പിന്നെ വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു. ആ പേര് ഞാൻ ഒന്നുകൂടെ അങ്ങ് ഉറപ്പിക്കും. ഒരു പെണ്ണിനെ കൂടെ അങ്ങ് കിട്ടും. എന്റെ മക്കൾക്ക് പെണ്ണ് കിട്ടാതെ ഉള്ളൂ. എനിക്ക് കിട്ടും. കാണോ? എത്ര ഓവർ ആവരുത് കേട്ടോ. ചോദിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. ഇന്ന് ജോലിക്ക് പോയില്ലേ? എന്റെ ജോലി കഴിഞ്ഞു. അല്ല, നീ വർഷം നേരത്തെ അടച്ചോ? കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, നേരത്തെ ഇറങ്ങി. നിനക്ക് ഇഷ്ടമുള്ള ചീസ് ബിസ്ക്കറ്റ്. സുഭാഷേട്ടാ, ഒരു മിനിറ്റ് ഇരിക്കുന്നേ, പറയാം. ഇങ്ങോട്ട് വന്നേ, കാര്യം പറ. പറയാം. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. എനിക്ക് അടുക്കള ഒരു പണിയുണ്ട്. സുഭാഷേട്ടാ, ഇരിക്കേ, പറഞ്ഞോ. ഞാനോ? സുധീഷ് പറഞ്ഞാൽ മതി. നിധി അവതരിപ്പിച്ചോന്ന്. എടാ ഹരീഷ, നീ പറ. അല്ല, അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എടാ, എന്താണ് കാര്യം? ആരെങ്കിലും ഒന്ന് പറ. പറയും. ശരി, ഞാൻ തന്നെ പറയാം. അത് വേറെ ഒന്നുമില്ല സുഭാഷേട്ടാ. നമ്മള് മുമ്പൊരു പെൺകുട്ടിയെ കാണാൻ പോയിരുന്നില്ലേ? ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വന്നായിരുന്നു. അവരിങ്ങോട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു നോണ പറയണേ. അല്ല, ഇങ്ങോട്ട് വന്നോ? അതെ, ഇങ്ങോട്ട് വന്നിരുന്നു. ഓർമ്മയില്ലേ സുഭാഷേട്ടൻ പരിപാടി ഉണ്ടാക്കാൻ പഠിപ്പിച്ച കുട്ടി? നല്ല കുടുംബ. അവരിങ്ങോട്ട് തേടി വന്നേ. സുഭാഷേട്ടന് ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ ഇത്? ചേട്ടാ, അത് നമുക്ക് ആലോചിച്ചാലോ? എടാ, ആ കുട്ടിയെ നമ്മളിപ്പോ കണ്ടിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? അന്നുണ്ടായ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? അവര് വീട്ടിൽ വന്നിട്ട് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? അതിന് ശേഷം ഒരുപാട് ആലോചന വന്നിട്ടുണ്ട് കേട്ടോ. ആരും സുഭാഷിന്റെ ലെവലിൽ എത്തിക്കാനുള്ള. അതെ അതെ. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് അവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചേ? എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്നറിയോ?
നമ്മുടെ ബ്രോക്കറോട് അന്ന് വന്ന പയ്യനെ കല്യാണമായെന്ന് അവരെ ചോദിച്ചായിരുന്നു. കല്യാണം ആയില്ലെങ്കിൽ നമ്മളോട് വീണ്ടും സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഈ ബ്രോക്കർ ഞങ്ങളോട് ചോദിച്ചു. ഈ സുഭാഷേട്ടന്റെ കാര്യമൊന്നും ശരിയായിട്ടില്ലല്ലോ. അത് ബ്രോക്കറോട് ഞങ്ങൾ അങ്ങ് പറഞ്ഞു. കാര്യം അറിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നു. ഞാൻ അവരോട് സംസാരിച്ചു. ഞങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. അതെ അതെ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത് തന്നെ ചെറിയൊരു വീട് വെച്ച് മാറി താമസിക്കാമല്ലോ. ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരല്ലോടാ ആദ്യം പറഞ്ഞേ. പിന്നെ എങ്ങനെ? ഹേയ്, അതെല്ലാം പഴയ കഥയിലേട്ടാ. ഇപ്പൊ അവര് പ്രശ്നമാക്കണില്ല. ആ, ഞങ്ങൾക്കും ഓക്കെയാണ്. അതെ. സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ, പിന്നെന്താ? എന്നാലുവേ അത്രയ്ക്ക് ക്ലിയർ ആയി അന്ന് നോന്ന് പറഞ്ഞിട്ട് പോയാലേ പിന്നെ ഇങ്ങനെ ഓക്കെ എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞ അന്ന് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് അവർക്ക് കുറ്റബോധമുണ്ട്. ചേട്ടൻ വേറൊന്നും ആലോചിക്കണ്ട. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നോക്ക്. ഇതിപ്പോ ചേട്ടൻ ആ കുട്ടി ഇഷ്ടമാണല്ലോ. അതെ സുഭാഷേട്ടാ, ആ. സുനിതയുടെ കല്യാണത്തിന് മുമ്പ് ഈ കല്യാണം നടത്തണം. അവരായിട്ട് തേടി വന്നതല്ലേ, ചേട്ടനായിട്ട് ഇനി ഇത് വേണ്ടെന്ന് വെക്കണോ? സുഭാഷേട്ടാ, ഈ കല്യാണം നടന്ന അത് നല്ലല്ലേ? അതൊന്നും ശരിയാവില്ലടാ. ഓ, ഒക്കെ ശരിയായിട്ട് വരുന്നേ. സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കാൻ പോവാ. ഞങ്ങൾ എല്ലാരും കൂടെ അതങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ആ കുട്ടിയെ തന്നെ സുഭാഷ് ചേട്ടൻ കേട്ട് ഇത് ഞങ്ങളുടെ അന്തിമ തീരുമാനം അല്ലടാ. നിങ്ങളുടെ തീരുമാനം? ആ, അതെ. ആ, ഞങ്ങളുടെ കാര്യമല്ല സുഭാഷ് ചേട്ടൻ കൂടിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ സുഭാഷ് ചേട്ടന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞങ്ങൾക്കും കൂടി തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അല്ലേടാ ഹരീഷേ? ആ. അല്ല നികേഷേ? അല്ല നിധി? അതെ. എടാ, അത് ഞാൻ പറയുന്നത് നിങ്ങൾ വേണ്ട സുഭാഷ് ചേട്ടൻ ഒന്നും പറയണ്ട. ഈ വിവാഹം നടക്കും. ഞങ്ങൾ അവരോട് ഓക്കെ പറഞ്ഞതാ. ഇനി മുതൽ സുഭാഷ് ചേട്ടന്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോവല്ലേ, അല്ലേ? ഓക്കെ. എന്ത് ഇവിടുന്ന് പൊക്കി എടുത്തോണ്ട് പോവില്ല കൂടെ. എന്ത് കൊതുവാണിത്? എന്റെ കാര്യം കടിക്കുന്ന എന്റെ അമ്മ ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാ. കൊതു കടിക്കുന്നുണ്ടോ? നല്ലോണം കടിക്കുന്നുണ്ടെന്നേ. ഇത് പുരട്ടിക്കോ, കൊതു കടിക്കില്ല. ഇയാൾ ഈ വീട്ടിൽ വന്ന സമയത്തെ ഞാൻ ഇതേ ഡയലോഗ് പറഞ്ഞായിരുന്നു. ഓർക്കണ്ട? ഇത് പുരട്ടിക്കോ, കൊതു കടിക്കില്ല. താങ്ക് യു. ആ ശരിയാ. അപ്പോ അതേ കെയറും സ്നേഹമൊക്കെ ഇയാളും എന്നോട് കാണിക്കാൻ തുടങ്ങി ഇല്ലേ? ഹലോ, ഏ? എന്താ പറഞ്ഞേ? അല്ല, വേറൊരു അർത്ഥത്തിലൊന്നും അല്ലടോ. ഒരു കൂരയ്ക്ക് കീഴെ കഴിയുമ്പോ ഒരാളോട് മറ്റൊരാൾക്ക് തോന്നുന്ന ഒരു ഇതില്ലേ? ഈ പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ നമ്മുടെ ഈ ഷെൽട്ടറിൽ കഴിയുന്ന ആളുകൾക്ക് പരസ്പരം തോന്നുന്ന ഒരു ഇത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത്രേ ഉദ്ദേശിക്കണ്ട. ഇല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞ ശ്രദ്ധ കിട്ടില്ല, അതുകൊണ്ട് എടുത്തോണ്ട് വന്നത്. ആയിക്കോട്ടെ, പറ. ആ പെണ്ണിന്റെ വീട്ടുകാര് ഒരിക്കലും തനിയെ പോയി താമസിക്കണമെന്ന് സുഭാഷ് ചേട്ടനോട് പറഞ്ഞതല്ലേ? ആ. അവരെന്താ പിന്നെ മനസ്സ് മാറ്റിയെന്ന് സുഭാഷ് ചേട്ടൻ ആലോചിക്കില്ലേ? പിന്നെന്തിനാ ഈ വീട് അവർക്ക് ഓക്കെയാണെന്ന മട്ടില് പറഞ്ഞത്? എടോ, ഇന്നും അവർ അതേ കണ്ടീഷൻ തന്നെയാ വെച്ചിരിക്കുന്നതെന്ന് സുഭാഷിനോട് പറഞ്ഞു കേട്ടെന്ന് സമ്മതിക്കോ? അതൊക്കെ എത്ര നാളത്തേക്ക് മറച്ചു വെക്കാൻ പറ്റും? അവരുടെ വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ടും പോകും. ആ കുട്ടിയും സുഭാഷ് ചേട്ടനെ സംസാരിക്കും. എപ്പോഴെങ്കിലും ഇതൊക്കെ അറിയില്ലേ? അത് കഴിയുന്നിടത്തോളം അത് പുറത്ത് പറയാത്ത രീതിയിൽ നമ്മൾ നോക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ കല്യാണം നടക്കുന്നവരെങ്കിലും നമുക്കിത് നീട്ടിക്കൊണ്ട് പോകൂടെ? ഇനിയിപ്പോ ഇത് ഞാൻ പറഞ്ഞ നന്നായിട്ട് എന്റെ തല ഇടരുത് കേട്ടോ. അത്രേ ഉള്ളൂ. ശരി, നിങ്ങളുടെ വിശ്വാസം പോലെ കല്യാണം വരെ ഇതാരും അറിഞ്ഞില്ല തന്നെ വെക്ക്. കല്യാണം കഴിഞ്ഞാൽ അറിയില്ലേ? ആദ്യ ദിവസം തന്നെ ആ കുട്ടി ചോദിക്കാൻ പോകുന്നത് എന്നാണ് വീട് മാറാൻ പോകുന്നതെന്നായിരിക്കും. ചോദിക്കും, അത് ശരിയാ. പക്ഷേ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തിനാ ഈ പ്ലാനൊക്കെ? സത്യം ആദ്യം പറഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊക്കെ തെറ്റിയത്. നിധി, കല്യാണത്തിന് ശേഷമാണ് സുഭാഷ് ഏട്ടൻ ഇക്കാര്യം അറിയുന്നതെങ്കിൽ അത് അംഗീകരിക്കല്ലാതെ സുഭാഷ് ഏട്ടന് വേറെ വഴി ഉണ്ടാവില്ല. അതായത് കല്യാണത്തിന് ശേഷം ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ സുഭാഷ് ഏട്ടന് പറ്റില്ല. വേറെ ഒരു വഴിയില്ലാതെ വരുമ്പോ ആ കണ്ടീഷൻ സുഭാഷ് ഏട്ടൻ അംഗീകരിക്കുകയും ചെയ്യും. നമ്മൾ സുഭാഷ് ചേട്ടനോട് ദ്രോഹ ചെയ്യുന്ന. ഒരു ദ്രോഹമില്ല. പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ സുഭാഷ് ഏട്ടന്റെ കല്യാണമേ നടക്കാൻ പോകുന്നില്ല. ഹരീഷിന്റെയും നികേഷിന്റെയും കല്യാണം കഴിഞ്ഞാലും സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ ഇങ്ങനെ പോരാ നിറഞ്ഞു നിൽക്കും. ചില സത്യങ്ങൾ മറച്ചു വെച്ചാലേ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടോ. ഈ പിന്നെ സുധീഷ് നുണയനാന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ ചില സത്യങ്ങൾ തൽക്കാലത്തേക്ക് മൂടി വെക്കുന്നതല്ല നുണ. ഇനിയിപ്പോ ഒരു നല്ല കാര്യം നടക്കാൻ ചില നുണകൾ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ ഒരു പക്ഷം. അത് പക്ഷെ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഞാനൊരു നുണ പറയുമ്പോ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും കൊണ്ടുവരുന്നുണ്ട്. മതി, നിർത്ത്. ഇനി സംസാരിച്ചാലേ നിങ്ങൾ ബുദ്ധനേക്കാൾ മഹാനാണെന്ന് പറയും. എന്നെ വിട്ടേക്ക്. നമ്മുടെ കല്യാണം കഴിഞ്ഞ എത്ര വർഷം കഴിഞ്ഞാലും ആദ്യം കാണാൻ വന്നപ്പോ പരിപ്പോടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഞാൻ മറക്കില്ല. നിങ്ങളുടെ ആ ഇന്നസെൻസ് എനിക്കും ഫാമിലിക്ക് ഇഷ്ടമായത്. സുഭാഷ് ചേട്ടന് വേണ്ടി പെണ്ണ് നോക്കിയ വീട്ടിൽ നിന്ന് ഉച്ചതിരിഞ്ഞ ആളുകൾ വരുന്നുണ്ട്. അവര് വരുമ്പോ അച്ഛനോട് ഉണ്ടാവണം.